നമസ്കാരം. ക്യാപ്സ്യൂൾ കേരളയ്ക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പൊടുന്നനെയുള്ള മരണം അഥവാ കുഴഞ്ഞു വീണ് മരണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കൂടെ കേൾക്കാറുണ്ട്. കേൾക്കുന്നത് മാത്രമല്ല, പലപ്പോഴും ചർച്ചകൾ വരുന്നു, പത്രത്തിൽ വാർത്ത വരുന്നു, ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് എന്ന് പറയുകയും അതിനൊരു ഭയം സമൂഹത്തിലുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതേക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കുഴഞ്ഞു വീണ് മരണം കേരളത്തിലിപ്പം പ്രത്യേകിച്ചുള്ള മീഡിയയുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. അതിന് കാരണം പലപ്പോഴും എല്ലാവരുടെയും വിചാരം ഇത് കോവിഡിൻ്റെ വാക്സിൻ എടുത്തതിൻ്റെ തകരാറാണ് എന്ന് പറയുന്നുണ്ട്. അതൊരു വാക്സിനെതിരായിട്ടുള്ള പ്രചാരണത്തിന് ഒരു ആയുധമായിട്ട് പലരും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ICMR വളരെ വ്യാപകമായിട്ടുള്ള ഒരു പഠനം ഇതേക്കുറിച്ച് നടത്തുകയും ഈ ഇങ്ങനെയുള്ള ആകസ്മികമായിട്ട് മരണങ്ങളോ അല്ലെങ്കിൽ ലോങ് കോവിഡിൻ്റെ രോഗാവസ്ഥകളോ വാക്സിനേഷനുമായിട്ട് ബന്ധമൊന്നും ഇല്ല എന്ന് അവർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് യാതൊരു ബന്ധമില്ല. വാക്സിൻ എടുത്ത ആൾക്കാർ ചിലപ്പോൾ മരിക്കാം, വാക്സിൻ എടുക്കാത്തവരാണ് കൂടുതലും മരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധം എന്തായാലും ഇല്ല. നമുക്ക് എന്തൊക്കെയാണ് ഈ സഡൻ ഡെത്ത് അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് മലയാളത്തിൽ പറയുന്ന ഈ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് പ്രധാനമായിട്ടും ഈ മരണമായിട്ട് കോമോർബിഡിറ്റീസ് എന്ന് പറയുന്ന കുറേ കണ്ടീഷനുണ്ട്. അത് കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പൊണ്ണത്തടി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ്, ഒബീസിറ്റി എന്നൊക്കെ പറയുന്നത് ചെറുപ്പക്കാരിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ചെറുപ്പക്കാരിൽ മാത്രമല്ല, കുട്ടികളിൽ വരെ വർദ്ധിച്ചു വരുന്നുണ്ട്. കുട്ടികളിൽ വരെ ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അത് വണ്ണം കൂടുക എന്നുള്ളത് ഒരു റിസ്ക്കാണ്. ഇതേമാതിരി കേരളത്തിൽ മുതിർന്ന ആൾക്കാരിൽ അഡൽട്ട് പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ നല്ല ശതമാനം ആൾക്കാർക്ക് പ്രമേഹം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രമേഹം, രക്താതിമർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. അത് ഒബീസിറ്റിയും ഇതുമായിട്ട് വരുന്നുണ്ട്. ചേർന്ന് വായിക്കാൻ പറ്റും. പൊടുന്നനെയുള്ള മരണത്തിൽ കുറേ എണ്ണം പോസ്റ്റ്മോർട്ടത്തിന് പോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം പഠനങ്ങൾ കാണിക്കുന്നത് ഈ പൊടുന്നനെ മരിക്കുന്ന ഒരുപാട് പേർക്ക് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകാം. ഒരുപക്ഷെ അവർക്ക് കാർഡിയോ മയോപ്പതി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ പേശികൾക്കുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ കണ്ടിട്ടുണ്ട്. ഹൃദയത്തിലെ രക്തക്കുഴലുകളുടെ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഹൃദയത്തിൻ്റെ ചേംബറുകളുണ്ടല്ലോ, അപ്പർ ചേംബർ, ഏട്രിയം എന്ന് പറയുന്ന ചേംബറിൻ്റെ അകത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അയോർട്ടയുടെ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അമിതമായിട്ടുള്ള എക്സർസൈസ് ചെയ്യുമ്പോൾ, നമ്മൾ സാധാരണ രീതിയിൽ പരിചിതമായിട്ടുള്ള എക്സർസൈസ് ഉണ്ടല്ലോ, ചില ആൾക്കാർ 4 കിലോമീറ്റർ നടക്കും, ചിലർ 5 കിലോമീറ്റർ നടക്കും. ഇതൊക്കെ അവർക്ക് പരിചിതമാണ്. അതിന് പകരം ഒരു ദിവസം മാരത്തോൺ ഓടുകയാണെങ്കിൽ അതൊരു അമിതമായിട്ടുള്ള എക്സർസൈസ് ആണ്. അങ്ങനെ എക്സർസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ മരണം ഉണ്ടാകാം. ഈ മറ്റു കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് അമിതമായിട്ട് എക്സർസൈസ് ചെയ്യുന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ല, അതും മറ്റു ഘടകങ്ങളും കൂടെ ചേർന്നിട്ടാണ്. ഇതുകൂടാതെ ഇനി മറ്റൊരു വിഷയം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഈ ലൈപ്പിഡ്, കൊളസ്ട്രോളും അനുബന്ധ ഘടകങ്ങളും, കൊളസ്ട്രോള്, LDL, HDL, ട്രൈഗ്ലിസറൈഡ്, അങ്ങനെയൊക്കെ കുറേ ഘടകങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ അതിന് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് ഇപ്പം നമ്മൾ മനസ്സിലാക്കി വരുന്നു. അടുത്ത കാലത്ത് വന്നേക്കുന്ന 130 പേരുടെ സഡൻ ഡെത്ത് നടന്ന ആൾക്കാരുടെ പഠനങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടേക്കുന്നത് ട്രൈഗ്ലിസറൈഡും LDL-Cയും തമ്മിലുള്ള റേഷ്യോ അത് അനുകൂലമല്ലാത്ത ആയിരുന്നു വരുന്നു. അതിൽ ഭൂരിപക്ഷം പേരും അങ്ങനെ ആയിരുന്നു എന്ന് കണ്ടെത്താൻ സാധിച്ചു. കൂടുതൽ പഠനം ആവശ്യമുള്ളൊരു വിഷയമാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിനോട് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറേ ഘടകങ്ങളുണ്ട്. പല ആൾക്കാരും ഈ ഹെൽത്ത് ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സാധനങ്ങളും വാങ്ങിച്ച് കഴിക്കും. അത് കുറേ നാൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പാർശ്വഫലങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവതികളും ബോധവാന്മാരും ആകേണ്ടതായിട്ടുണ്ട്. അതും ഇത് കണക്ക് ലിവർ ഡാമേജോ അല്ലെങ്കിൽ കിഡ്നിക്കോ ഉണ്ടാകുന്ന തകരാറോ ഒക്കെ ഉണ്ടാക്കാം. ഇതെല്ലാം ഈ സഡൻ ഡെത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ അമിതമായിട്ടുള്ള വ്യായാമം, നമ്മളെപ്പോഴും കുറേശ്ശെയാണ് വ്യായാമം കൂട്ടേണ്ടത്. വ്യായാമവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെഡൻറ്ററി ആയിട്ട് ജീവിക്കുക, ഒരു വ്യായാമവും ഇല്ലാതെ കസേരയിൽ മാത്രം ഇരുന്ന് ജീവിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ആരോഗ്യത്തിന് അനുകൂലമായിട്ടുള്ള അവസ്ഥയല്ല. അവർ കുറേശ്ശെ വ്യായാമത്തിലേക്ക് ചെയ്യണം. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 30 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ ചെറിയ തോതിൽ ഓടുക, സ്ലോ
റണ്ണിങ്, അങ്ങനെ എയറോബിക്കായിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന എക്സർസൈസുകളൊക്കെ, സ്വിമ്മിങ് ആവാം, നീന്തലാകാം, അല്ലെങ്കിൽ സൈക്ലിംഗ് ആകാം, ഇങ്ങനെയുള്ള എക്സർസൈസുകളൊക്കെ ചെയ്യാം. ഇതൊക്കെ എയറോബിക് തലത്തിൽ ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, എക്സർസൈസുമായിട്ട് ബന്ധപ്പെട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ അത് അമിതമാകാതിരിക്കാനും നോക്കണം. അപ്പോൾ ഇത് ഒരു ദിവസം 3 കിലോമീറ്റർ ഓടുന്ന ഒരാളെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പെട്ടെന്നൊരു മാരത്തോണിൻ്റെ ട്രെയിനിങ് ഇല്ലാതെ പെട്ടെന്നങ്ങ് മാരത്തോൺ ഓടുക എന്ന് പറയുമ്പോൾ അത് അമിതമായിട്ടുള്ള എക്സസൈസാണ്. സെഡൻറ്ററി ആയിട്ട് ജീവിക്കുന്ന ഒരാൾ, കുറച്ച് വണ്ണവും കൊളസ്ട്രോളും ഒക്കെ ഒരാൾ പെട്ടെന്ന് കയറി സ്റ്റേജിൽ കയറി കുറേ നേരം ഡാൻസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് അമിതമായിട്ടുള്ള, അവർക്കൊക്കെ മറ്റ് ഘടകങ്ങളുണ്ടെങ്കിൽ, അവരുടെ ഹൃദയത്തിന് പേശിയുടെ പ്രശ്നമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അരിത്മിയ, ഹൃദയത്തിന് താളമുണ്ടല്ലോ, ആ താളക്രമം വിട്ടുപോവുകയാണെങ്കിൽ അവതാളങ്ങൾ ഉണ്ടാകുന്നത്, കാർഡിയാക് അരിത്മിയ എന്ന് പറയും, അതുണ്ടെങ്കിൽ അവർക്ക് കൊഴിഞ്ഞു വീഴാനായിട്ടുള്ള സാധ്യത കൂടും. ഇതൊക്കെ സാധ്യതകളാണ്. ഇത് ഏതെങ്കിലും ഒന്നുകൊണ്ടാണോ ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ മരിച്ചവർക്കൊക്കെ എല്ലാവർക്കും തന്നെ ഇതിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാകാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞവർക്ക് മയോകാർഡൈറ്റിസ് ഉണ്ട്, ഹൃദയത്തിൻ്റെ പേശികൾക്കുണ്ടാകുന്ന ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ. അതിന് ഒരു കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ആവർത്തിച്ച് വരുന്ന വൈറസ് രോഗങ്ങളാണ്. നമുക്കിപ്പോൾ ഒരുപാട് വൈറസ് രോഗങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുകയും അതിൻ്റെ ചികിത്സ എടുക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ ആവർത്തിച്ച് വരുന്ന വൈറസ് രോഗങ്ങൾ അപൂർവം ചില ആൾക്കാരിൽ അത് ഒരു ഇൻഫ്ലമേറ്ററി ഒരു പ്രോസസ്സ് ഉണ്ടാക്കും, ഒരു കാര്യങ്ങളുണ്ടാക്കും. അവർ പെട്ടെന്ന് എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ഉണ്ടാകാം. എന്നാൽ കുറച്ച് ശതമാനം ആൾക്കാർ നമ്മൾ എന്തെല്ലാം ടെസ്റ്റ് ചെയ്താലും ഇതിൻ്റെ കാരണം ഇന്നത്തെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കണ്ടെത്താനായി എന്ന് വരുന്നില്ല. അതുകൊണ്ടിപ്പോൾ 100% പേരിലേക്കും ഇത് തന്നെയാണ് കാരണം എന്ന് അവകാശപ്പെടുന്നില്ല. കുറച്ച് പേർക്ക്, 8-10 പേർക്ക് ഒരുപക്ഷെ നമുക്ക് കാരണം കണ്ടെത്താൻ പറ്റിയില്ല എന്ന് വരും. അത് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്.